ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മാഷാ അല്ലാ, നമ്മൾ ഇന്നലെ എന്തുവാണ് കടമാൻകോട് എന്ന് പറയുന്ന ഏറംകുളം അഞ്ചൽ ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഏറംകുളം ബ്രാഞ്ചിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ പോയതാണ്. അപ്പോൾ ആ പാറയുണ്ടെന്ന് പറഞ്ഞില്ലേ, ഒരുപാട് പാറയുണ്ടെന്ന് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പം ആ പാറയിലോട്ട് കയറി പോകുന്ന ഒരു സമയം കൊച്ചുങ്ങളൊക്കെ നല്ല സ്പീഡിൽ കയറിപ്പോകും. നമ്മൾ വലിയവരൊക്കെ ഇത്തിപ്പാടാ കയറിപ്പോയി. പിന്നെ ഈ വെള്ളം കണ്ടോ? ഈ വെള്ളമെന്ന് പറയുമ്പം പാറകളുടെ ഇടയിൽ നിന്ന് ചെറിയ അലിപ്പ്, ചെറിയ ഊറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അവിടെയൊക്കെ ചവിട്ടി കൊടുത്താൽ വഴുക്കലുണ്ട്, തെന്നി അടിച്ചിഞ്ഞ് താഴെ വരും. അത് ഇവിടെ മാത്രമല്ല, മുകളിലോട്ട് പോകുമ്പോഴും ഉണ്ട്. നമ്മൾ എണ്ണപ്പനയുടെ ഫോറസ്റ്റാണ്, എണ്ണപ്പനയുടെ ഏറംകുളം ഫോറസ്റ്റാണിത്. അപ്പോൾ ഇത് കടമാൻകോട് എന്നാണ് ഇതിൻ്റെ സ്ഥലത്തിൻ്റെ ഇതിനകത്ത് പറയണേ. എക്കോ ടൂറിസമൊക്കെ ആണെന്ന് തോന്നുന്നു, അങ്ങനെ എഴുതിയിട്ടുണ്ട് എക്കോ ടൂറിസം എന്ന് അവിടെ. പിന്നെ അത് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ നമ്മളെ കൂടെ വന്നവരൊക്കെ കയറി കയറി പോകുന്നുണ്ട്. ഒരാളവിടെ കല്ലിൽ കയറി ഇരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ തിരിച്ച്, അതായത് നമ്മൾ പിറകോട്ടൊന്ന് നോക്കിയപ്പോൾ ആ ഒരു മല, ഒരു ചെറിയ മല, എന്നിട്ട് നമ്മൾ മുമ്പിലോട്ട് നോക്കുമ്പം നമ്മളെ കൂടെ വന്നവരെല്ലാം എത്രയോ മീറ്ററുകൾ അപ്പുറം പോയി. ഒരുപാട് ദൂരം. എൻ്റെ ഫോണിൻ്റെ ക്യാമറയാണ്, സാധാ ഒരു ഫോണാണ്, അതിനെ കൊണ്ടാണ് ഞാൻ ഈ നിന്നോറ്റി പോണത്. പിന്നെ കണ്ടോ ആ മല കണ്ടോ? ചെറുതാണ് ആ മല. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ചെറിയൊരു മല കാണാം. പിന്നെ അത് കഴിഞ്ഞിട്ട് 4 സൈഡും അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഇവിടുത്തെ വ്യൂവിനേക്കാൾ കൂടുതൽ ആ മുകളറ്റം ചെന്നിട്ട് കളിക്കാൻ വരെയുള്ള സ്ഥലമുണ്ട് കേട്ടോ. കൊച്ചുങ്ങൾ ഓടിക്കളിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമുക്ക് പേടി, തെന്നിയടിച്ച് പാറയല്ലേ, വീഴേ എന്തെങ്കിലും. നമ്മൾ അറിഞ്ഞുകൂടാത്ത സ്ഥലങ്ങളിലൊക്കെ അപകടങ്ങൾ ഒരുപാട് പതുങ്ങിയിരിക്കും. നമ്മളെ ഓരോ ചുവടും നമുക്ക് നമ്മുടെ കൺമുൻപിൽ ഇത്രയും ദൂരം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ നമ്മുടെ കാൽ ചുവട്ടിനടിയിൽ എന്താണ് എന്നുള്ളത് നമുക്കറിയത്തില്ല. നമ്മൾ ചുവട് വെച്ചേക്കുന്ന ചുവടിനടിയിൽ എന്തുണ്ടെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളെ കണ്ണുകൊണ്ട് നമുക്ക് ഇത്രയും ദൂരെ കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരു അത്ഭുതം. അതേപോലെ ഒരുപാട് ദൂരെ കയറി വന്നു. പിന്നെ കണ്ടോ, ഇപ്പോൾ നോക്കുമ്പോൾ ആ മല കണ്ടോ കുറച്ചുകൂടെ വലുതായി. നമ്മൾ താഴെ നിന്ന് അടിയിൽ നിന്ന് സാധാരണ നമ്മൾ തറയിൽ നിന്ന് നോക്കുമ്പോൾ അല്ലേ മുകളിൽ ഉയരം കൂടുതൽ തോന്നുന്നത്. പക്ഷെ നമ്മൾ ഈ ഉയരത്തിൽ മല കയറി പാറ കയറി മുകളിൽ വന്നിട്ട് നോക്കുമ്പം ആ മല വലിയ മല പോലെ തോന്നുക. ഇനിയും മുകളിലോട്ട് വരുമ്പം വീണ്ടും അതുപോലെ തന്നെ വലിയ മലയായിട്ട് തോന്നും. അതെനിക്കൊരു അത്ഭുതമായിരുന്നു. അത്ഭുതമാണത്. നമുക്ക് അതുകൊണ്ട് ഇപ്പം തന്നെ ഈ കയറിപ്പോണ അതും ഓരോ തട്ട് തട്ടായിട്ടുള്ള ലെവലിൽ അതിനൊരു വല്ലാത്തൊരു ഭംഗിയാണല്ലേ. നമുക്ക് നോക്കുമ്പം തന്നെ കാണാം നമ്മൾ ആ അഞ്ചൽ മൊത്തം പ്രദേശങ്ങൾ 4 വാക്കിലും നോക്കുമ്പോൾ, ഈ ഉയർച്ചയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ബാക്കി എല്ലാ ഭാഗവും താന്ന് പ്രദേശം. ഇവിടെ 1, 2 മലകൾ ഞാൻ കണ്ട്. പക്ഷെ നമുക്ക് താഴെ നിന്ന് നോക്കുമ്പോൾ അത് വലിയ മലകളായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ കൊച്ചുങ്ങളും നമ്മളും ഒക്കെ ആയിട്ടുള്ള ആ ഒരു എനിക്ക് വലിയ ഇഷ്ടമാണ് യാത്ര ചെയ്യാൻ. അത് പണ്ടേ ഇഷ്ടമാണ്, ഇപ്പോഴും ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ചെന്നിരുന്ന് ഒരു ഫോട്ടോസ്. എൻ്റെ ക്യാമറയിൽ വലിയ ക്ലാരിറ്റിയൊന്നുമില്ല, ഫോണിൻ്റെ ക്യാമറ, അതിൽ വലിയ ക്ലാരിറ്റിയൊന്നുമില്ല. പിന്നെ ഇനി ഒരു ക്യാമറയൊക്കെ മേടിക്കാം, വല്ല നീക്കുപോക്കും ഉണ്ടാവുകയാണെങ്കിൽ. ഉണ്ടോ ഇനി ആ മലയൊന്ന് നോക്കിക്കേ, അത് പിന്നും വലുതായി മാറി. ഒരു ഭാഗത്ത് ഫോറസ്റ്റ് ൻ്റെ ഏരിയയും ഒരു ഭാഗത്ത് പിന്നെ ഓയിൽ പാമിൻ്റെ ഏരിയയാണ്. രണ്ട് തട്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഓയിൽ പാമിൻ്റെ ഏരിയയിലൂടെയാണ് നമ്മൾ കയറി ഇതിൻ്റെ പോയിന്റിൽ വരുന്നത്. വഴി എങ്ങനെയാണ് വരുന്ന വഴിയിൽ ആഹാരമൊക്കെ കഴിക്കാനൊക്കെ ഉള്ള സംവിധാനമൊക്കെ ഉണ്ട്. അവിടെ അടുത്ത് ആൾക്കാർ താമസമുണ്ട്. ഇതിൻ്റെ ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററിനുള്ളിൽ ആൾ താമസം ഒരുപാടുണ്ട്. പക്ഷേ എന്നാലും ആ പ്രകൃതിയെ നശിപ്പിച്ചിട്ടൊന്നുമില്ല ആരും.
നല്ല ഒരു അന്തരീക്ഷമായിരുന്നു. ആ ഏറ്റവും മുകളിലറ്റമാണ് കേട്ടോ. ആ മുകളിൽ ഇത്രയും വിശാലതയുണ്ട്. പിന്നെ നമുക്ക് പോവാന്ന് പറഞ്ഞ് കേട്ടതും ഒരാൾ മുമ്പേ അങ്ങ് ഓടിയായിരുന്നു. മറ്റൊരു 2 പേരും പെട്ടെന്ന് ഈ ചരിവ് കാരം ഒ ഇറങ്ങി. അപ്പോൾ നമ്മൾ വിലക്കി. "കേറി വാ, കേറി വാ ചരിവാണ്. ഒലിപ്പ് വെള്ളം ചെറിയ രീതിക്ക് പോകുന്ന സ്ഥലത്ത് വഴുക്കല് കാണും. തെന്നിയടിച്ച് പോവും. അതുകൊണ്ട് കേറ് കേറെന്ന്" പറഞ്ഞ് എങ്ങനെ അവര് 2 കുട്ടികളല്ലേ അവർക്ക് വലിയ നമ്മളൊക്കെ കുട്ടികളായപ്പോൾ എവിടെ എല്ലാം കേറി. പക്ഷേ ഇപ്പം പറ്റത്തില്ല. കണ്ടോ ആ മല കണ്ടോ? എന്തോരം വലുതാന്ന് നോക്കിയേ. നമ്മൾ ആ അടിയറ്റത്ത് നിന്ന് നോക്കിയപ്പം കണ്ട മലയാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പോവേണ്. അപ്പം എൻ്റെ മോളുകുട്ടി ഒന്നൊരു പാറയിൽ കയറി ഇരുന്നിട്ട് "ഒരു ഫോട്ടോ എടുക്ക് ഉമ്മീന്ന്" പറഞ്ഞു. അങ്ങനെ ഞാനൊരു ഫോട്ടോ എടുത്ത് കൊടുത്തു. നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും. പക്ഷേ ഇവിടുന്ന് വരാൻ തോന്നത്തില്ല കേട്ടോ. നല്ല കാറ്റാ. അടിപൊളി കാറ്റാണ്. ആ ഫ്രഷ് എയർ അടിപൊളിയാണ്. പിന്നെ നമ്മൾ അത് മാത്രമല്ല നമ്മളെയൊക്കെ വീടും പരിസരങ്ങളും ബാക്കിയുള്ള സ്ഥലങ്ങളും എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പിന്നെ ഒരുപാട് മലിനീകരണങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതേസമയം ഇതെന്ന് പറയുമ്പം ഇവിടെ കാടായതുകൊണ്ട് ഇവിടെയെങ്ങും ആരും വരുന്നുമില്ല. സാധാരണ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോകുമ്പം ഒരുപാട്